ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു മുട്ടയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി അളന്നെടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുത്തത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഏലക്ക കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എന്താ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ അരിപ്പൊടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുള്ളതിനെ കൊണ്ട് അത് ഓൾറെഡി മാവ് ലൂസായി കിട്ടും. അതുകൊണ്ട് അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി മാവിൻ്റെ അറിയാനൊക്കും. ഒരുപാട് തിക്കും ആവരുത്, മാവ് ഒരുപാട് ലൂസും ആവരുത്. നമുക്കെടുത്ത് എണ്ണയിലേക്ക് കൈ കൊണ്ട് എടുത്ത് ഇടത്തൊക്കെ ആ ഒരു പരുവാകുമ്പോൾ അത്ര ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതേ മാവ് ഞാൻ ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മാവിൽ നിന്ന് കുറച്ചെടുത്ത് കൈ കൊണ്ടൊന്ന് ചെറിയൊരു ബാൾ പോലെ ആക്കിയിട്ട് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിൽ ആ ഒരളവിൽ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുതാക്കണ്ട, വലുതാക്കിയാൽ ചിലപ്പം അകം വേവാനൊരു പാട് വരും. അതുകൊണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി പൊങ്ങി വരും. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കിയൊന്നും ചെയ്യരുത്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ വിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ല പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉൾഭാഗം വേവത്തില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പുറഭാഗം നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തേങ്ങാമുട്ടായി ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. വെട്ടേക്കിൻ്റെ തേങ്ങാമുട്ടായിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ചേർന്നിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇതും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവൻ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇത് പുറം നല്ല കട്ടിയായിരിക്കും, പക്ഷേ അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണല്ലോ. അപ്പോൾ
കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം ഒരുപാട് നമുക്ക് സമയവും ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.